ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പതിപോലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. ഇന്നും ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ പതിപോലെ തന്നെ നമുക്ക് നമ്മുടെ പണിയിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ നപ്പാണ് കേട്ടോ ഉണ്ടാക്കണേ. ചാപ്പച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അപ്പച്ചട്ടിയുടെ കഴുകി കൊടുന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ കേട്ടോ. അപ്പത്തിന് ചമ്മന്തിച്ചാറ് ഉണ്ടാക്കാം കേട്ടോ. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ പൊതിക്കാൻ. ഇന്ന് നിച്ചൂസിൻ്റെ സ്കൂളിലൊന്ന് ഓണ സെലിബ്രേഷനാണ് കേട്ടോ. ഇന്ന് ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. എന്നാൽ ചായയുടെ പണി മാത്രമേ ഉള്ളൂ. അരി ഇടണം. അരി നമുക്ക് അരക്കാൻ പോണ സമയത്താണ് അരി ഇടുന്നത്. പിന്നെ പയ്യെ ഇരുന്നോണ്ട് രാവിലെ തന്നെ അരി ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചട്ടിയിലെ വെള്ളമൊക്കെ മലിഞ്ഞിട്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കലക്കി വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂടി വയ്ക്കാം. ഫ്ലെയിം വെച്ച് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോഴത്തേക്ക് ഉള്ളിക്കുള്ള ചുവന്നുള്ളിയും കാര്യങ്ങളും നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പൂടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ കുത്തി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പത്തിന് അപ്പോൾ 3-4 ചുവന്നുള്ളിയും ഒരു പച്ചമുളകും എടുത്തേക്കണേ. ഇഞ്ചി ഇടയുള്ള നെയ്ച്ചൂന് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പറ്റേ. അപ്പോൾ അത് അപ്പോടെ ആയി വന്നിട്ട് എടുത്തു കൊടുക്കാം. അടുത്ത അപ്പത്തിനുള്ളത് ഒഴിച്ച് എണ്ണ കൊടുത്തു. ഇതേ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അപ്പം ഫുള്ളും ചുട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചമ്മന്തിക്കുള്ള തേങ്ങയും ഉള്ളിയും പുളിയും ഉപ്പും മുളക് കറിവേപ്പില ഇത്ര സാധനങ്ങളുണ്ട് ചമ്മന്തിക്ക് എടുക്കണേ. പുളിപ്പിച്ച അപ്പാണെങ്കിൽ ഞാൻ സാധാരണ പുളി എടുക്കാറില്ല കേട്ടോ. ഇത് പുളിപ്പിക്കാത്ത അപ്പായതുകൊണ്ടാണ് കേട്ടോ പുളി എടുക്കണേ. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ ഇവിടെ അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഗ്യാസിലേക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തു. നമുക്ക് ചമ്മന്തി താളിക്കാം. അതിന് വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നാൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് കൊടുത്തെങ്കിൽ കടുക് പൊട്ടിക്കും. വെളിച്ചെണ്ണ ചൂടായി വന്നുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകോടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച അരപ്പ് ഒഴിച്ചു. നമുക്കിത് ഓഫായി കൊടുക്കാം. തിളച്ചുണ്ടെങ്കിൽ നമുക്കിത് ഓഫായി കൊടുക്കാം. അപ്പോൾ ചമ്മന്തിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളുത്തുണ്ട് കേട്ടോ. ഇനി അലക്കണം, മുറ്റടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്.
അലക്കണതിന് മുമ്പായും തലയിൽ എണ്ണ തേച്ചിട്ട് വേണം അലക്കാൻ. അത് കഴിഞ്ഞിട്ട് മിറ്റടിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ നിച്ചുവിന് ഷർട്ടും മുണ്ടുമാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണം അത് തേക്കാൻ. നിച്ചു അവിടെ എണിച്ചിട്ടുണ്ട് കേട്ടോ. നിച്ചു ഒന്ന് എണിച്ച് ഇച്ചിരി വാശിയിലാണ്. അവിടെ ഇരുന്ന് പുള്ളി ചീമോട് കിടക്കുന്നുണ്ട്. അതാണ് കേട്ടോ വീഡിയോ ഓടിക്കാൻ പുള്ളി സമ്മതിക്കില്ല. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നിച്ചുവിന് കൊണ്ടാനുള്ള മുണ്ടും ഷർട്ടൊക്കെ തേച്ച് വെച്ചതുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്, അതുകൊണ്ട് അവൻ മുണ്ടാണ് കേട്ടോ എടുക്കണേ. നിച്ചുകുട്ടൻ ഇവിടെ ഇരിക്കണു, കുളിയെല്ലാം കഴിഞ്ഞിരിക്കണേ കേട്ടോ. അവനക്ക് ഇന്നലെ 2 സെക്കൻഡ് പാർട്ട് പുസ്തകം കിട്ടിയപ്പോൾ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ മുണ്ടാണ് കേട്ടോ. ഗോൾഡൻ കരയുള്ള കസവ് മുണ്ടുണ്ട്, പക്ഷേ അവനക്ക് ഇച്ചിരി ഇറക്കം കുറഞ്ഞു പോയി. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ മുണ്ടാണ്. അതാ ഈ മുണ്ടാണ് എടുക്കണേ. അടുക്കളയിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ചായ എടുക്കാൻ പോവാം. ഈ ചായ കുടിച്ചിട്ട് ഞാൻ ഇച്ചുകുട്ടിന് അപ്പം കൊടുക്കണം. അന്നേരം കാണാം. അതാ ചായക്ക് വെള്ളം വെച്ച് തിളയ്ക്കണേ ഉള്ളൂ കേട്ടോ. കട്ടന കേട്ടോ. അപ്പോൾ അതാ നിച്ചുകുട്ടന് ചായ കൊടുക്കണ്ട കേട്ടോ. അപ്പം ബീഫ് കറിയാണ്. ചമ്മന്തിച്ചാറ് അവനക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നേരം വെളുത്ത് എണിച്ചേ പിന്നെ അവൻ്റെ മൂഡ് അത്ര ശരിയല്ല. അപ്പോൾ അതാ ഇന്നലത്തെ ബീഫ് കറി ഇച്ചിരി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫ് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിപ്പിക്കണം. പിന്നെ അവൻ വന്നിട്ട് അവനെ കൊണ്ടുപോയി ഇട്ടിട്ട് വേണം മുരിങ്ങയിലയും മുട്ടയും ചിക്കി എടുക്കാൻ ഉച്ചക്കത്തേക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം മീൻ കറി വയ്ക്കാൻ. അപ്പോൾ മീൻ കറി വയ്ക്കുന്നതും മുരിങ്ങയിലയുടെ ഇതും ഇതിൻ്റെ അകത്ത് തന്നെ ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതാ ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാം. ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കേട്ടോ. അവനെ കൊണ്ടുപോയിട്ടിട്ട് വന്നിട്ട് വേണം എന്നെയും കഴിക്കാൻ. അപ്പോൾ അതാ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേനെ കേട്ടോ. അത് രാവിലെ ഞാൻ കഴിച്ചായിരുന്നു. ഇത് അവൻ്റെയാണ്. ഇനി കഴിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല, കൊടുത്ത് നോക്കാം. അവൻ്റെ സ്വഭാവം അത്ര ഇതല്ലായിരുന്നു. എന്നാൽ അവനക്കൊരു വാശിയായിരുന്നേ, അതിൻ്റെയാണ്. അപ്പോൾ അത് അവനത് കഴിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല സ്വഭാവം വരുന്നുണ്ട്. വാശിയൊക്കെ മാറി തുടങ്ങിയത്. ഞാൻ ഇനി ഗ്ലാസ് ചായ കുടിക്കും. എന്നിട്ട് ഇനി അവനെ റെഡിയാക്കാം. അവനക്ക് ഇനി വാരി കൊടുക്കണം. അവൻ തിന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ തിന്നുമായിരിക്കും കേട്ടോ. അത് TV വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ ഇവിടെ TV ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ തന്നെ തിന്നും. കഴിച്ചില്ലെങ്കിൽ വാരി കൊടുക്കണം. അപ്പം ഇനി ചായ കുടിച്ച് അവനെ റെഡിയാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നിച്ചുകുട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിച്ചുകുട്ടനിവിടെ റെഡിയായി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇനി 2 ഫോട്ടോസോടെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അവിടെ കാർ പോർച്ച് കഴുകാൻ നേരത്തതാ നിങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കഴുകിയിട്ടതാണ്. ഇവിടെ മൊത്തം നാശമാക്കിയിട്ടേക്ക് ഓർമ്മ ഓർണതിൻ്റെ ഉള്ളിൽ കണ്ടിടാം. ഇതേ താഴെ എടുക്കണം. ഓർണൻ്റെ താഴെ എടുക്കണം. ബാക്കി എടുക്കണം. അപ്പം ഞാൻ ജ്യൂസിന് കൊണ്ടുവരാം. ഞങ്ങൾ സ്കൂളിൽ പോകാം കേട്ടോ. ടാറ്റ എന്നീ. അതാ അപ്പം നിച്ചുകുട്ട സ്കൂളിലേക്കും പോയിട്ട് എൻ്റെ ചായകുടിയും കഴിഞ്ഞ് പെരയടിക്കലേക്കും കഴിഞ്ഞു കേട്ടോ. ഇതാ മീൻകറി ഉണ്ടാക്കാൻ പോവാണത്. ഓലക്കൊടി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അത് ഞാൻ തേങ്ങയൊക്കെയും ചെറിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതാ ഇനി ഇച്ചിരി വെള്ളമോടി ഒഴിച്ച് നല്ലോണം അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അതാ മീൻ കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചു വിടുന്നുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം എന്തോരാന്ന് വെച്ചാൽ അതെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ എന്താ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞിടാം. അപ്പോൾ അതാ തക്കാളി ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഏതാ 3 കഷ്ണം പുളി കഴുകി കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മീനും ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. മീനിട്ടോട് നമുക്ക്
നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനൊക്കെ വെന്ത് നല്ലോണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ചാറ്. ഞാൻ എന്നിട്ട് കാണാം. മീൻകറി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങയില തോരൻ വെക്കാം കേട്ടോ. മുരിങ്ങയില മുട്ടയോടെയും കൂടി ചിക്കി തോരൻ വെക്കണേ കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതാ എണ്ണ ചൂടായി ഒന്ന് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കടുക് പൊട്ടി വന്നപ്പോൾ നമുക്കിതാ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഉണ്ടാക്കി ഇട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് മൂത്ത് തന്നെ കേട്ടോ. അപ്പോൾ അതാ ഉള്ളി നല്ലോണം മൂത്തൊന്ന് തുടങ്ങുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. നല്ലോണം മൂത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇടച്ച് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മുരിങ്ങയിലേക്ക് ഇത് നല്ലോണം വാടി വന്നിട്ട് എന്നിട്ടാണ് നമ്മൾ മുട്ട കുത്തി പൊട്ടിക്കണേ. ഇനി ഒന്ന് വാടട്ടെ. അപ്പോൾ അത് എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മുരിങ്ങയിലൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയിലും മുട്ടയും നല്ലോണം ചിക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് കൊടുത്തേക്കാം. ഇനി മീൻകറി തിളക്കട്ടെ. മീൻകറി തിളച്ച് കഴിഞ്ഞിട്ട് മീൻകറി ഒന്ന് ഉള്ളി മുറുക്കി മൂപ്പിച്ച് വെറ്റണം. അതിനുള്ള ഉള്ളി നന്നാക്കി വയ്ക്കട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓഫാക്കി കൊടുക്കണം. തിളച്ച് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഇരുന്ന് കുറുകുമല്ലോ. നമുക്കിത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് താളിക്കാം. ഉള്ളി മൂപ്പിച്ച് ഊറ്റാനായിട്ട് ഒരു കുഞ്ഞ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നേന്ന് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളിയും ഇനി നമുക്ക് അതിലേക്ക് ഇത് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫാക്കി കൊടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദാ മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.